ഹലോ, പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ചക്രവാത ചുഴി ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് 2 ദിവസം കൂടെ മഴ കാണും. മഴയുടെ ശബ്ദം കേട്ടാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായ. അപ്പോൾ ക്രഞ്ചി ആയിട്ടുള്ള കാരാവട തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 മൂടി ഉഴുന്ന്, ഈ മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മൂടി ഉഴുന്നിന് 4 മൂടി പീസ് പരിപ്പ്, 1:4 റേഷ്യോ ആണ്. നല്ലതുപോലെ കഴുകി വെള്ളമൊഴിച്ച് ഒരു 2 തൊട്ട് 3 മണിക്കൂർ കുതിരാൻ വെക്കണം. ഇനി വേണ്ടത് വെജിറ്റബിൾസാണ്. 3 തണ്ട് വേപ്പില, 3 പച്ചമുളക്, 4 തണ്ട് കൊത്തമല്ലി, 20 കൊച്ചുള്ളി, 3 കഷ്ണം ഇഞ്ചി. ഒരു മിക്സി ജാറിലേക്ക് കുതിർത്ത് വെച്ച പരിപ്പിട്ട് അരച്ചെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം പൊടിയായി അരിഞ്ഞെടുക്കണം. പരിപ്പ് ഇത് കണക്ക് അരച്ചെടുക്കണം. ഒരുപാടങ്ങോട്ട് സ്മൂത്താകാൻ പാടില്ല. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കട്ടിയാക്കിയെടുക്കണം. കയ്യിലെടുക്കുമ്പോഴേക്കും താഴത്തോട്ട് വീഴുന്ന കണക്കിനുള്ള കൺസിസ്റ്റൻസി. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്യണം. അത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ചായിട്ട് മാവ് കോരി അതിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ആയ കാരാവടയ്ക്ക് ഒപ്പം കഴിക്കാനായിട്ടൊരു കട്ടൻ കാപ്പിയും തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല മഴയത്ത് ഒരു കട്ടൻ കാപ്പിയും ഒരു കാരാവടയും സൂപ്പർ. കാരാവട പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.